സന്നിധാനത്ത് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് തിരക്ക് കുറവാണ്. ദർശനത്തിനെത്തുന്നവരിൽ കൂടുതലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. പോലീസ് നിയന്ത്രണത്തിന്റെയും സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ശബരിമലയിലെത്തി. എം.ആർ. രാകേഷ് ചേരുന്നു സന്നിധാനത്ത് നിന്ന്. രാകേഷ്, തിരക്ക് ഇന്നലെ ഒരല്പം കൂടുതലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളെ പോലെ ഒന്നും ഭക്തജനങ്ങൾ അങ്ങോട്ടേക്ക് എത്താത്ത സാഹചര്യമാണ്, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള തീർത്ഥാടകർ. എന്താണ് ഇന്നത്തെ സാഹചര്യം? തൊട്ടുപുറകിൽ കാണാം വലിയ തോതിലുള്ള തിരക്കൊന്നുമില്ല, ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ചാളുകളെ മാത്രം കാണുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിരോധനാജ്ഞ, ഈ പ്രതിഷേധ പ്രകടനങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും സർക്കാർ നിയന്ത്രണങ്ങളൊക്കെ കുറഞ്ഞിട്ടും ഇത്തരത്തിൽ സംഭവിക്കുന്നതിൽ ദേവസ്വം ബോർഡിനും ആശങ്കയുണ്ടോ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, കഴിഞ്ഞ 2 ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ശരാശരി 40,000-നും 50,000-നും ഇടയ്ക്ക് തീർത്ഥാടകർ വന്നിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. തീർത്ഥാടകർ പൊതുവെ വളരെ കുറവായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇന്ന് 12 വിളക്കാണ്. സാധാരണ മണ്ഡലകാലത്ത് 12 വിളക്കിന് ക്യൂ കോംപ്ലക്സ് കഴിഞ്ഞ് വലിയ നടപ്പന്തലം കഴിഞ്ഞ് മരക്കൂട്ടം വരെ ക്യൂ നീളാറുള്ളതാണ്. എന്നാൽ ഇന്ന് പുലർച്ചെ നട തുറന്നത് മുതൽ ക്യൂ കോംപ്ലക്സ് പോലും നിറയുന്ന ഒരു തിരക്കിലേക്ക് സന്നിധാനം എത്തിയിട്ടില്ല. ഇതുവരെ ഏതാണ്ട് 16,000-ഓളം തീർത്ഥാടകർ മാത്രമാണ് പമ്പയിൽ നിന്ന് കയറിയെന്നാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഇവിടെയുള്ള തീർത്ഥാടകരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച്, കാരണം വ്യാപകമായ രീതിയിലുള്ള പോലീസിനെതിരെയുള്ള കുപ്രചരണങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ പോലും നടക്കുന്നുണ്ട്. കാരണം സാധാരണ ഇതര സംസ്ഥാനങ്ങളിൽ തീർത്ഥാടകർ മാലയിടുന്നതും അതുപോലെ തന്നെ മണ്ഡലകാലത്ത് വരാൻ ഉദ്ദേശിക്കുന്നതുമായി 41 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഈ ഇതര സംസ്ഥാന തീർത്ഥാടകരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. കാരണം പോലീസിന്റെ തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. കുട്ടികളുമായി എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നതെന്നാണ് ഇവർ നമ്മളോട് ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ വന്ന് ദർശനം നടത്തി തിരിച്ചെത്തിയതിനു ശേഷം ഇവിടെ യാതൊരുവിധമായ പ്രശ്നങ്ങളുമില്ല എന്നുള്ള അറിവ് ലഭിച്ചതിന് മാത്രം തിരിക്കുന്ന സംഘങ്ങളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 2 ദിവസം വളരെ പ്രതീക്ഷ ദേവസ്വം ബോർഡിന് നൽകിയിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു തിരക്ക് ദേവസ്വം ബോർഡ് പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാണെന്ന് തന്നെ സൂചിപ്പിക്കേണ്ടി വരും. കാരണം അരവണ അപ്പപ്രസാദ വിതരണത്തിന്റെ വിൽപ്പനയിൽ വലിയൊരു ഇടിവാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നടവരവിന്റെ കാര്യത്തിലും ദേവസ്വം ബോർഡ് രാകേഷാണ് സന്നിധാനത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.